ദൃശ്യം 3 സിനിമ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക ലാഭം നേടി മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. ഈ സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ വിവരവും അതുപോലെ തന്നെ ദൃശ്യം 3 സിനിമയുടെ നേട്ടങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 180 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയെ പിന്നിലാക്കിയത് സർവമായ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ഹയസ്റ്റ് ഗ്രോസറായ 150 കോടിയാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിസ്സാരമായിട്ട് മറികടന്നിരിക്കുന്നത്. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇനിയും കുറെ സിനിമകളെ മറികടക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ പക്ഷേ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ കുറയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും സിനിമ ഒരു 250 കോടി രൂപയെങ്കിലും നേടും. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ ടോപ്പ് 10 ഹയസ്റ്റ് ഗ്രോസർ വേൾഡ് വൈഡ് നേടിയിട്ടുള്ള സിനിമകളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 304 കോടി രൂപയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പൊട്ടിക്കണമെങ്കിൽ കുറച്ച് പാടുപെടും. രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 268 കോടി രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് 2 സിനിമയാണ് എമ്പുരാനും സിനിമ. അപ്പോൾ ഈ സിനിമ 2025 മാർച്ച് മാസമാണ് പുറത്തിറങ്ങിയത്. മൂന്നാം സ്ഥാനത്തുള്ള സിനിമ റിയലായി നടന്ന ഒരു സംഭവത്തെ സിനിമയാക്കി ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ഒരു സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഇതിൽ തമിഴ്നാട്ടിലും പോയി 60 കോടിക്ക് മുകളിൽ കളക്ഷൻ തൂക്കിയ സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 242 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത നടന്മാർ അഭിനയിച്ചിട്ടും ഈ കളക്ഷൻ നേടിയെങ്കിൽ നമ്മുടെ മോളിവുഡിന്റെ റേഞ്ച് എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ സ്റ്റാർ വാല്യൂസ് അല്ല കണ്ടന്റ് ആണ് മെയിൻ. നാലാം സ്ഥാനത്തുള്ള സിനിമ ഈ വർഷം തന്നെ പുറത്തിറങ്ങി ഇപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് നിലവിൽ തുടരുന്ന സിനിമയാണല്ലോ വാഴ 2 എന്ന് പറയുന്ന സിനിമ. വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റിൽ സവിൻസ സംവിധാനം ചെയ്ത് ഹാഷറും കാങ്ങും തകർത്താടിയ ഒരു സിനിമയാണല്ലോ ഈ സിനിമ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 235 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് വാഴ 2 സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീര കളക്ഷൻ ആണ് ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസിൽ 4ാം സ്ഥാനം വരെ എത്തിയിരിക്കുകയാണ്. ഈ ലിസ്റ്റിലെ 5ാം സ്ഥാനത്തുള്ള സിനിമ എന്ന് പറയുന്നത് മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തുടരുമെന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയെ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത് 225 കോടി രൂപയാണ് തുടരുമെന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടുകൾ നിലവിലെ റിപ്പോർട്ടുകളാണ് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും മാറി മറിയുന്ന കാര്യങ്ങളാണ്. സംസ്ഥാനത്തുള്ള സിനിമയും മോഹൻലാലിന്റെ സിനിമ തന്നെയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയാണ് 6ാം സ്ഥാനത്തുള്ള സിനിമ. ഇതിപ്പോൾ 7ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തിലേക്ക് കുതിച്ചു ചാടിയതാണ്. ഇനിയും ചിലപ്പോൾ 5ാം സ്ഥാനത്തൊക്കെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇതുവരെ കളക്ട് ചെയ്തത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് തന്നെ ചിത്രം 200 കോടി കളക്ട് ചെയ്യുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യലായിട്ട് രാവിലെ തന്നെ 200 കോടി അടിച്ചു എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും അതുവരെ 200 കോടി അടിച്ചിട്ടില്ലെങ്കിലും രാത്രി ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും 200 കോടി എത്തുമെന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ ദൃശ്യം 3 6ാം സ്ഥാനത്തെത്തി. 7ാം സ്ഥാനത്തുള്ള സിനിമയും റിയൽ ആയിട്ട് നടന്ന സംഭവത്തെ സിനിമയാക്കിയ സിനിമയാണ്. ആ സിനിമയുടെ പേരാണ് ടൊവിനോ നായകനായി പുറത്തിറങ്ങിയ 2018 എന്ന ചിത്രം. 2023 പുറത്തിറങ്ങിയ ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയത് 175 കോടി രൂപയാണ് നേടിയത്. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ ആണ് 2018. 8ാം സ്ഥാനത്തുള്ള സിനിമയും ഒരു റിയൽ ആയിട്ട് നടന്ന സംഭവത്തെ സിനിമയാക്കിയതാണ്. അത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന് പറയുന്ന ചിത്രമാണ്. 2024 പുറത്തിറങ്ങിയ ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയത് 154 കോടി രൂപയാണ് നേടിയത്. അങ്ങനെ ആടുജീവിതം 8ാം സ്ഥാനത്താണ് ഉള്ളത്. 10ാം സ്ഥാനത്തുള്ള സിനിമ 2024 തന്നെ പുറത്തിറങ്ങിയ സിനിമയാണ്. ഫഹദ് ഫാസിലിന്റെ തന്നെ കരിയർ ബെസ്റ്റ് മലയാളം കളക്ഷൻ നേടിയ സിനിമയാണല്ലോ ഈ സിനിമ. ആവേശം എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയത് 155 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയത്. അങ്ങനെ 9ാം സ്ഥാനം വരെ എത്തി നിൽക്കുകയാണ്. 10ാം സ്ഥാനത്തുള്ള സിനിമ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ആദ്യമായി 100 കോടി സമ്മാനിച്ച സിനിമയാണ്. അതെ, മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ബെഞ്ച് മാർക്ക് സ്ഥാപിച്ചത്. ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയത് 143 കോടി രൂപയാണ്. അപ്പോൾ ഇതാണ് നിലവിലുള്ള 10 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഹയസ്റ്റ് ഗ്രോസ് ആയി നേടിയ സിനിമകൾ. ഇത് ഇനിയും നിലവിലെ സാഹചര്യം വെച്ച് ഇനിയും അപ്ഡേറ്റ് ആയിക്കൊണ്ട് നിൽക്കും. ദൃശ്യം 3 ഒക്കെ ഇനിയും വേണമെങ്കിൽ മുകളിലേക്ക് കയറി പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കൂ.